സ്വന്തമായിട്ട് തോന്നിയിട്ടാണോ അല്ലെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കാനാണോ എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. എന്ത് പ്രശ്നം വന്നാലും ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് പിടിച്ച് സങ്കടവും സന്തോഷവും പറയുന്ന ജാസ്മിനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഇടയിൽ ബോസെണ്ണം കളിക്കുന്ന വേറെ കളി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ രാത്രിയിൽ നടന്ന ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ്. അപ്പോൾ ലൈവിൽ ഇന്നലെ ജാസ്മിൻ നമ്മുടെ ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ടാസ്കിൽ സായിയും സിജോയും ഒക്കെ ആയിട്ടുണ്ടായ ആ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് ഗബ്രിയോട് സംസാരിക്കുകയാണ്. ഇട്ടിരിക്കുന്ന ഷർട്ടും ഒക്കെ ഗബ്രിയുടെ ആണെന്നാണ് തോന്നുന്നത്. നേരെ ചെന്ന് കിടക്കുക, ഗബ്രിയുടെ കട്ടിലൊക്കെ ചോദിച്ചു മേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗബ്രിയുടെ ബെഡിൽ ചെന്ന് കിടന്ന് ഗബ്രിയോട് പല കാര്യങ്ങളും പറയാണ്. എന്നെ അവർ ഇങ്ങനെ ചെയ്തടാ, ടാസ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരത് പറ്റില്ല എന്ന് പറഞ്ഞു, എന്നെ അവർ ഉപദ്രവിച്ചു, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗബ്രിയുടെ അടുത്ത് അങ്ങനെ പറ്റി ഇങ്ങനെ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് കലവിലാന്നിങ്ങനെ ഗബ്രിയുടെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ക്യാമറ ഇതൊക്കെ എടുത്തോ എന്നുള്ളൊരു നോട്ടം. അപ്പൊ തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ വേറൊരു കളി, പെട്ടെന്ന് ക്യാമറ സൂം ചെയ്തുകൊണ്ട് ജാസ്മിന്റെ തൊട്ടപ്പുറത്ത് വെച്ചിരിക്കുന്ന അച്ഛന്റെയും അനിയന്റെയും അമ്മയുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ കൃത്യമായിട്ട് ബിഗ് ബോസ് സൂം ചെയ്തങ്ങ് കാണിച്ചു. അപ്പൊ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ്. തീർച്ചയായിട്ടും ഗബ്രി എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ജാസ്മിൻ പരിചയപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ്. ഇത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോവില്ല, കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ജാസ്മിന് കൃത്യമായിട്ട് അറിയാം. ഗബ്രി അത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ സമുദായം, ജാതി, മതമൊക്കെ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവാനായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. അപ്പൊ ഗബ്രി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം ഇവിടെ എന്തായാലും നടക്കില്ല, കല്യാണം എന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ ജാസ്മിൻ അത് കൃത്യമായിട്ട് അറിയാം. പിന്നീട് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ആദ്യം മുതൽക്ക് ഇവർ കൊണ്ടുവന്നൊരു ഗെയിം ഉണ്ട്. ആ ഗെയിം ഒരിക്കലും കൈവിട്ട് പോകരുത്, ഇവർ നാട്ടുകാരെ പറ്റിച്ചതാണെന്ന് അറിയരുത്. അതിനു വേണ്ടിയാണ് ഈ ജാസ്മിൻ ഈ കളികൾ മൊത്തം കളിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് അവിടെ ജാസ്മിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയൊക്കെ ആ ഒരു ഫോട്ടോ സൂം ചെയ്ത് കാണിച്ചതിലൂടെ ജാസ്മിൻ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനും അമ്മയും അനിയൻ്റെയും ഒക്കെ ഫോട്ടോ അവിടെ ഇരിക്കുന്ന സമയത്തും ഗബ്രിയാണ് ജാസ്മിൻ ചൂസ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് അവിടെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന സ്ഥലത്ത് ഒരുപാടധികം ഗെയിമുകളും മാനിപ്പുലേഷനും ഒരുപാടധികം ചതിയും വഞ്ചനയും എല്ലാം കണ്ടുവന്നൊരു വ്യക്തി എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഈ ഒരു ബന്ധത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്നോ അല്ലെങ്കിൽ ജാസ്മിനെ കാണിക്കുന്ന ഇമോഷൻസ് അംഗീകരിച്ചു കൊടുക്കാനോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇത്രയും നാളായിട്ട് ഇത് റിവ്യൂ ചെയ്യുന്നതുകൊണ്ടുള്ള എൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. ചിലപ്പോൾ ഇത് ജെന്യുവിനായിട്ട് ജാസ്മിന് തോന്നുന്ന ഒരു ഇമോഷൻ ആയിരിക്കും. ഗബ്രിയെ തീർച്ചയായിട്ടും ജാസ്മിൻ സ്നേഹിച്ചിരിക്കാം. എന്താണെന്നുള്ള കാര്യം ഇനി കണ്ടു തന്നെ അറിയണം. ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്, പല കാര്യങ്ങളും നടക്കും. ജാസ്മിൻ്റെ ഫാമിലി ഉടനെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറും. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്